അപ്പോൾ എന്താണ് ഒരു അറേ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഒരു അറേ എന്ന് പറയുമ്പോൾ സപ്പോസ് അതൊരു ബോക്സ് ആണ്. ആ ബോക്സിൽക്ക് കുറച്ച് എലമെന്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണ് സ്ട്രിങ്. ഇനി സ്ട്രിങ് എന്ന് പറഞ്ഞ ടോപ്പിക് കൂടി ഉണ്ട്. അതെന്ന് പറയുമ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ നമ്പേഴ്സ് ആണ് ബോക്സിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഇൻറ്റ് എ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആ അറേക്ക് ഒരു സൈസ് കൊടുക്കുക, എന്നിട്ട് ഈക്വൽ ടു, എന്നിട്ട് എന്ത് ചെയ്യണം, പിന്നെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് എലമെന്റ് ഇൻസേർട്ട് ചെയ്യുക. 9, 4, 6, 7, 8. 9, 4, 6, 7, 8 സെമിക്കോളൻ ഇട്ട് അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എനിക്ക് ഈ അറയിലുള്ള എലമെന്റ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഫോർ ലൂപ്പിൽ i is equal to 0, i less than 5, i plus plus, എന്നിട്ട് കേളി ബ്രാക്കറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇത് പ്രിന്റ് ചെയ്യണമല്ലോ. അപ്പോൾ പ്രിന്റ് എഫിൽ എന്ത് ചെയ്യണം, %d, a of i എന്ന് കൊടുക്കണം. എന്നിട്ട് റൺ കൊടുക്കുക. എന്താ പ്രശ്നം? നമുക്ക് ഐ ഡിക്ലെയർ ചെയ്യാണ്ട്, അപ്പൊ ഇൻറ്റ് ഐ കൊടുക്കുക, എന്നിട്ട് റൺ കൊടുക്കുക. അപ്പോൾ 9, 4, 6, 7, 8 എന്തായിട്ടുണ്ട്, ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി സ്പേസ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ /t കൊടുക്കുക, എന്നിട്ട് റൺ കൊടുക്കുക. 9, 4, 6, 7, 8. അപ്പൊ ഇത് ഇവിടെ എന്തായിട്ടുണ്ട്, പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പോ ഇതാണ് അറേ എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് ആണ്. ആ ബോക്സിലത്തെ എലമെന്റ് ആണ് ഇപ്പൊ നമ്മളിവിടെ പ്രിന്റ് ചെയ്തത് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഫോർ ലൂപ്പ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ എലമെന്റ്സ് ഒരുമിച്ച് പ്രിന്റ് ചെയ്യുമ്പോൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇന്ന് പറയുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ എലമെന്റിനെ ആക്സസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 6 ഉണ്ടല്ലോ, ഈ 6നെ എനിക്ക് ഇവിടെ പ്രിന്റ് ചെയ്യണം, 6നെ മാത്രം. അപ്പൊ ഈ 6നെ മാത്രം എനിക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോർ ലൂപ്പ് ജസ്റ്റ് ഒഴിവാക്കുക. എന്നിട്ട് ഈ അറേത്തെ ഇൻഡെക്സിനൊരു, അതായത് എനിക്കിപ്പോൾ ഇവിടെ 6 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ അറേന്റെ ഒരു ബേസ് എന്ന് പറയുമ്പോൾ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 0, 4 എന്ന് പറയുമ്പോൾ 1, 6 എന്ന് പറയുമ്പോൾ 2. അപ്പൊ ഇൻറ്റ് i is equal to 2. എനിക്കിപ്പോ 6 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇൻറ്റ് i is equal to 2 എന്ന് കൊടുത്തു. എന്നിട്ട് പ്രിന്റ് എഫിൽ എന്ത് കൊടുത്തു, %d, i, a of i. ഇവിടെ 2 %d വേണം. അതെന്താന്ന് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ ഇൻഡെക്സ് %dth element is %d. ഇൻഡെക്സ് %dth element is %d. എന്നിട്ട് റൺ കൊടുക്കുക. സെമിക്കോളൻ ഇട്ടിട്ടില്ല, സെമിക്കോളൻ ഇടുക, റൺ കൊടുക്കുക. അപ്പൊ ഇൻഡെക്സ് 2th എലമെന്റ് 6, അതായത് രണ്ടാമത്തെ ഇൻഡെക്സിലെ 0, 1, 2, അതായത് രണ്ടാമത്തെ ഇൻഡെക്സിലെ എലമെന്റ് 6 ആണ് എന്നാണ് എന്ത് ചെയ്തത്, നമ്മളിവിടെ പ്രിന്റ് ചെയ്തത്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു അറേ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ എടുത്ത ടോപ്പിക് എന്ന് പറയുന്ന അറേ എന്താണ്, അറേത്തെ എലമെന്റിനെ എങ്ങനെ ആക്സസ് ചെയ്യാം, ഒരു പർട്ടിക്കുലർ എലമെന്റിനെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പല കേസിൽ പല രീതിയിൽ അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇനി സ്ട്രിങ് എന്ന് പറയുന്ന ടോപ്പിക് കൂടി എടുക്കാനുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ അറേ എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്ട്രിങ് എന്ന് പറയുമ്പോൾ വേർഡ്സും ക്യാരക്ടേഴ്സും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ സ്ട്രിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്.